വൈകിട്ട് 3 മണിയായപ്പോഴാണ് കൊല്ലത്തെത്തിയത്. അപ്പോഴാണ് ഒരു സദ്യ കഴിച്ചാലോ എന്ന് ആലോചിച്ചത്. കൊല്ലത്ത് പ്രസിദ്ധമായ കൊട്ടാര സദ്യ കഴിച്ചിട്ടുണ്ടോ? വർഷത്തിൽ 365 ദിവസം കൊട്ടാര സദ്യ കിട്ടുന്ന ഒരു റെസ്റ്റോറന്റിലാണ് ഞാൻ നിൽക്കുന്നത്. തിരുവനന്തപുരം സദ്യയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സദ്യയാണ് കൊട്ടാര സദ്യ. 3 തരം അച്ചാറുകളും കുറച്ച് കൂട്ടുകറികളും കുറച്ച് മധുര പലഹാരം ഉൾപ്പെടെയാണ് സദ്യ. പരിപ്പ് വിളമ്പി കഴിഞ്ഞാൽ പപ്പടവും ഇഞ്ചിക്കറിയും കൂട്ടിയാണ് കൊട്ടാര സദ്യയുടെ ആദ്യ ഭാഗം കഴിക്കേണ്ടത്. മറ്റ് അച്ചാറുകളോട് കൂട്ടി കഴിച്ചാൽ സദ്യ അതിഗംഭീരമാകും. പരിപ്പ് കൂട്ടി കഴിഞ്ഞാൽ പിന്നെ സാമ്പാറും അവിയലും കൂട്ടി ഒരു പിടി പിടിക്കണം. കൊട്ടാര സദ്യയിൽ 2 പായസമാണ് വരുന്നത്. പപ്പടവും പ്രഥമനും അതേപോലെ തന്നെ ബോളിയും പാൽപായസവും കഴിക്കണം. പായസം കഴിച്ചു കഴിഞ്ഞ ശേഷം പുളിശ്ശേരിയും രസവും മോരും കഴിച്ചു കഴിഞ്ഞാൽ ഈ സദ്യ അവസാനിച്ചു. ഇവിടെ കൊട്ടാര സദ്യ മാത്രമല്ല സാധാ സദ്യയും അവൈലബിൾ ആണ്. കൊല്ലത്ത് കിട്ടുന്നതിൽ ഏറ്റവും മികച്ച സദ്യയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. കൊല്ലത്ത് വരുമ്പോൾ സദ്യ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് ഉള്ള ശ്രീ ആനന്ദ ഭവൻ സന്ദർശിക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഇവർക്ക് ബർഗർ, ജ്യൂസ്, ബേക്കറി ഐറ്റംസുകളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഉപാസന ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ഉള്ള ശ്രീ ആനന്ദ ഭവൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.